ദ ലോർഡ്. ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 46-ാം തിരുവചനം. നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയും ഞാൻ പറയുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട്? പ്രിയമുള്ളവരെ, ദൈവമായ കർത്താവ് നമ്മൾ അവിടുത്തെ കൽപ്പനകളും വചനങ്ങളും അനുസരിക്കണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 23-ാം തിരുവചനം പ്രകാരം പറയുന്നുണ്ടല്ലോ, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും. പ്രിയമുള്ളവരെ, നമ്മൾ ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹം പ്രകടമാക്കേണ്ടത് അവിടുത്തെ കൽപ്പനകളും അവിടുത്തെ വചനങ്ങളും അനുസരിച്ചുകൊണ്ട്. ദൈവം അത് നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നു. നമുക്കറിയാം, യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 3-ാം തിരുവചനം, ദൈവത്തെ സ്നേഹിക്കുക എന്നാൽ അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുക എന്നതാണ് അർത്ഥമാക്കുന്നത്. പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പറയാറുണ്ട്, ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു, ദൈവമേ ഞാൻ നിന്നെ ആരാധിക്കുന്നു എന്നൊക്കെ. എന്നാൽ ഇവിടെ ദൈവത്തിൻ്റെ വചനം പറയുക, ദൈവത്തെ സ്നേഹിക്കുക എന്നാൽ അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുക എന്നാണ് അർത്ഥമാക്കുന്നതെന്ന്. പ്രിയമുള്ളവരെ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം. നമ്മൾ ദൈവവചനത്തോട് എത്രമാത്രം ആത്മാർത്ഥത പുലർത്തുന്നവരാണ്. നമ്മൾ ദൈവത്തിൻ്റെ വചനം വായിക്കുവാനും ദൈവത്തിൻ്റെ വചനം കേൾക്കുവാനും നമ്മൾ എത്രമാത്രം തീഷ്ണത കാണിക്കാറുണ്ട്. പലപ്പോഴും നമ്മൾ ദൈവവചനം അനുസരിച്ച് ജീവിക്കുന്ന വ്യക്തികളാണോ? ഇത് നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. നമുക്കറിയാം, ദൈവത്തിൻ്റെ വചനം നമ്മൾ അനുസരിക്കുന്നതിലൂടെ വലിയ ദൈവാനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുന്നു. ഓരോ ദൈവവചനത്തിൻ്റെ പിന്നിലും ഓരോ ഉദ്ദേശമുണ്ട്, ഒരു ലക്ഷ്യമുണ്ട്. നമ്മൾ വചനം അനുസരിക്കുകയും വചനം കേൾക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ, നമ്മൾ വിശ്വാസപൂർവ്വം നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ വചനം സ്വീകരിക്കുമ്പോൾ, നമ്മൾ സ്വീകരിക്കുന്ന ആ ദൈവവചനത്തിൻ്റെ പിന്നിൽ ഒരു ഉദ്ദേശമുണ്ട്, ഒരു ലക്ഷ്യമുണ്ട്. അത് നമ്മുടെ ഉള്ളിൽ, നമ്മുടെ ജീവിതത്തിൽ അത് പ്രകടമാക്കും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55-ാം അധ്യായം 10-11 തിരുവചനം ഇപ്രകാരമാണല്ലോ പറയുന്നത്, മഴയും മഞ്ഞും ആകാശത്തു നിന്നും വരുന്നു, അങ്ങോട്ട് മടങ്ങാതെ ഭൂമിയെ നനയ്ക്കുന്നു. അത് സസ്യങ്ങൾ മുളപ്പിച്ച് ഫലം നൽകി വിതയ്ക്കാൻ വിത്തും ഭക്ഷിക്കാൻ ആഹാരവും ലഭ്യമാക്കുന്നു. എൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വാക്കും അങ്ങനെ തന്നെ, ഫലരഹിതമായി അത് തിരിച്ചു വരില്ല. എൻ്റെ ഉദ്ദേശ്യം അത് നിറവേറ്റും. ഞാൻ ഏൽപ്പിക്കുന്ന കാര്യം വിജയപ്രദമായി ചെയ്യും. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, നമ്മൾ ദൈവത്തിൻ്റെ വചനം കേൾക്കുകയും വചനം വായിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ, ജീവനുള്ള ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്നു. നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്ന ആ വചനം അത് തൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്നു. ആ വചനത്തിൻ്റെ ഉദ്ദേശ ശുദ്ധി അത് വിജയകരമായി പൂർത്തിയാക്കുകയും ചെയ്യും എന്നാണ് പ്രവാചകൻ നമ്മോട് പറയുന്നത്. ഇവിടെ ദൈവവചനത്തെ പ്രവാചകൻ മഴയും മഞ്ഞുമായാണ് നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. നമുക്കറിയാം, ഉണങ്ങി വരണ്ട ഒരു ഭൂമിയിലേക്ക് മഞ്ഞും മഴയും വന്ന് പതിക്കുമ്പോൾ ആ ഭൂമിയെ മഴ നനഞ്ഞ് കുതിർന്ന് അതിൽ സസ്യങ്ങൾ മുളച്ചു വരികയും അത് വിത്തിനായും അതുപോലെ നമ്മുടെ ആഹാരത്തിന് ആവശ്യമായുള്ള സസ്യങ്ങൾ ലഭ്യമാകുന്നു. പ്രിയമുള്ളവർ, ഇതുപോലെ നമ്മുടെ ജീവിതം പലതരത്തിലുമുള്ള രോഗങ്ങളാലും ദുരിതങ്ങളാലും കഷ്ടതകളാലും പ്രയാസങ്ങളാലും ഒക്കെ നമ്മൾ ഉണങ്ങി വരണ്ടുപോയ നമ്മുടെ ജീവിതമായിരിക്കാം. എന്നാൽ ഈ അവസ്ഥയിലേക്ക് ദൈവത്തിൻ്റെ വചനം കടന്നു വരുമ്പോൾ, ദൈവത്തിൻ്റെ ജീവനുള്ള വചനം കടന്നു വരുമ്പോൾ, നമ്മൾ വചനം സ്വീകരിക്കുമ്പോൾ, ആ വചനം നമ്മുടെ ജീവിതമാകുന്ന ഉണങ്ങി വരണ്ട മണ്ണിനെ നനയ്ക്കും, കുതിർക്കും. അതിൽ സസ്യങ്ങൾ മുളയ്ക്കും. സമൃദ്ധിയുടെയും സൗഖ്യത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒക്കെ സസ്യങ്ങൾ മുളയ്ക്കും. അത് 100 മേനി ഫലം പുറപ്പെടുവിക്കും. അതേപോലുള്ളവരെ, നമ്മുടെ ജീവിതത്തിലെ ഏത് അവസ്ഥയിലാണോ നമ്മളായിരിക്കുന്നത്, നമുക്കറിയാം, ജ്ഞാനത്തിൻ്റെ പുസ്തകം 16:12 പറയുന്നുണ്ടല്ലോ,
മരുന്നോ ലേപന ഔഷധവുമല്ല, അങ്ങയുടെ വചനമാണല്ലോ എല്ലാവരും സൗഖ്യപ്പെടുത്തുന്നത്. പ്രിയമുള്ളവരെ, വചനം നമുക്ക് സൗഖ്യം നൽകുന്നതാണ്. വചനം നമുക്ക് ജീവൻ നൽകുന്നതാണ്. വചനം നമ്മളെ ശുദ്ധീകരിക്കുന്നതാണ്. വെളിപാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, 1-ാം അധ്യായം 3-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഈ പ്രവചനത്തിലെ വാക്കുകൾ വായിക്കുകയും കേൾക്കുകയും ഇത് പാലിക്കുകയും ചെയ്യുന്നവർ അനുഗ്രഹീതരെന്ന്. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, നമ്മൾ ദൈവത്തിൻ്റെ വചനം വായിക്കുന്നവരാകാം, ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നവരാകാം. നമ്മൾ കേൾക്കുന്ന വചനം, നമ്മൾ സ്വീകരിക്കുന്ന വചനം നമ്മുടെ ജീവിതത്തിൽ തീർച്ചയായും ഫലമുളവാക്കും. നമ്മുടെ രോഗാവസ്ഥകളും കഷ്ടനഷ്ടങ്ങളൊക്കെ തമ്പുരാൻ മാറ്റി നമുക്കൊരു പുതിയൊരു ജീവിതത്തിലേക്ക് നമുക്ക് നടക്കുവാൻ, നമുക്ക് ഉയർത്തെഴുന്നേൽക്കുവാൻ കാരണമാകും. പ്രിയമുള്ളവരെ, നമുക്കറിയാം ദൈവത്തിൻ്റെ ശക്തി നമ്മളിലേക്ക് കടന്നു വരുന്നത് ദൈവവചനത്തിലൂടെയാണല്ലോ. നമ്മൾ രോഗിയാണെങ്കിൽ നമ്മൾ സൗഖ്യത്തിൻ്റെ വചനം നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ സൗഖ്യമുള്ളവരായി മാറുന്നു. പ്രത്യാശയുടെ വചനം കടന്നു വരുമ്പോൾ നമ്മൾ പ്രത്യാശയുള്ളവരായി മാറും. പ്രിയമുള്ളവരെ, വിടുതലിൻ്റെ വചനം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ വിടുതൽ പ്രാപിക്കുന്നു. ഈശോ പത്രോസിൻ്റെ ഭവനത്തിൽ പ്രവേശിച്ചപ്പോൾ സായാഹ്നമായപ്പോൾ അനേകം രോഗികളെയും അശുദ്ധാത്മാക്കൾ ബാധിച്ചവരെയും അവിടെ കൊണ്ടുവന്നു. അവൻ വചനം കൊണ്ട് അശുദ്ധാത്മാക്കളെ പുറത്താക്കിയെന്നാണ് പറയുന്നത്. വചനത്തിന് ശക്തിയുണ്ട്. നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ വചനം കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതത്തെ തകർക്കുന്ന തിന്മയുടെ അരൂപികൾ നമ്മളിൽ നിന്നും പരിപൂർണമായും പുറത്താക്കപ്പെടുന്നു. നമ്മുടെ ജീവിതം അനുഗ്രഹപ്രദമായി മാറ്റപ്പെടുന്നു. ഇതുള്ളവരായതിനാൽ നമ്മൾ ദൈവവചനത്തെ വളരെ തീഷ്ണതയോടുകൂടി, വലിയ ദാഹത്തോടുകൂടി സമീപിക്കാം. നമ്മൾക്ക് വചനം വായിക്കുന്നവരാകാം, വചനം കേൾക്കുന്നവരാകാം. നമുക്ക് കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്ന തിരുവചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുവർത്തിക്കുന്നവരായി മാറാം. അങ്ങനെ നമ്മൾ അനുഗ്രഹിക്കപ്പെട്ട വ്യക്തികളും സമൂഹവും കുടുംബവും നമുക്ക് ആക്കി തീർക്കാം. അതിനാൽ ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.